ബാംഗ്ലൂരും മുംബൈ തമ്മിലുള്ള ഇന്നലത്തെ മത്സരം ഭയങ്കര ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് രണ്ട് ടീമും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ രണ്ട് ടീമും അത് ചെയ്തിട്ടുണ്ട്. ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ജസ്പ്രീത് ബുംറ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും അത്യാവശ്യം എന്താ തല്ലുകൊണ്ടുവന്ന് തന്നെ നമുക്ക് പറയാം. വിക്കറ്റ് എടുത്താലും ഇല്ലെങ്കിലും ജസ്പ്രീത് ബുംറ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ചെറിയൊരു കാര്യമല്ല. പക്ഷെ ഇന്നലെ RCBക്ക് ജയിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു സപ്പോർട്ടും അല്ലെങ്കിൽ ഇതിലും വലിയൊരു അവസരം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു എവേ മത്സരത്തിൽ ഇത്ര വലിയൊരു സപ്പോർട്ട്, അത് സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. അവിടെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ ബാംഗ്ലൂർ ഫാൻസും അവിടെ കളി കാണാൻ എത്തി എന്നുള്ളതാണ്. ഹോം ഗ്രൗണ്ടുകളിൽ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കുന്നത് പോലെ തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ RCBക്ക് അതുപോലെ സപ്പോർട്ടായിരുന്നു. അതായത് RCB ഫാൻസ് തന്നെ അവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരുടെ ഫാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിന് വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അവരുടെ ബോളേഴ്സ് ഒക്കെ വരുമ്പോൾ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ അവസാനം ഏകദേശം 10 റണ്ണോടെ കണ്ട് മതി. അവസാനം ഒരു ബൗണ്ടറി അടിച്ച് വിരാട് കോഹ്ലിക്ക് വേണമെങ്കിൽ ഓടിയെടുക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ ആ ഒരു ഓട്ടം കണ്ടാലേ ആശാന്റെ മുഖത്ത് തന്നെ ഒരു നിരാശയും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ആ 4 അങ്ങോട്ട് തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമാരെ കണ്ട് എറിഞ്ഞ് പിടിക്കുമോ എന്നുള്ള രീതിയിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സും അടുത്ത് നിൽക്കുന്ന ഒരു വിരാട് കോഹ്ലി അവിടെ കാണാൻ കഴിഞ്ഞു. കാരണം അത്ര നല്ലൊരു മത്സരമായിരുന്നു. ഏകദേശം വാങ്കഡയിൽ ഏകദേശം 200 റണ്ണ് അടുത്തൊക്കെയാണ് ആവറേജ് സ്കോർ. ആ ഒരു സ്കോറിലോട്ട് എത്തിയിട്ടോ, അതായത് ഒരു തകർച്ചയിൽ നിന്നും ആ ഒരു സ്കോറിലോട്ട് എത്തി. അതിനൊക്കെ പ്രത്യേകിച്ച് ഡ്യൂപ്ലസീസ് ആണെങ്കിലും പട്ടിദാർ ആണെങ്കിലും ദിനേശ് കാർത്തിക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അവരുടെ ആ ഒരു പെർഫോമൻസ്. അപ്പോൾ അത്രയും എത്തിയിട്ട് പോലും നല്ല രീതിയിൽ ബോളർമാർ, അതായത് വെറും 15.3 ഓവറിൽ കളി ഫിനിഷ് ചെയ്തെന്ന് പറയുമ്പം എത്രയോ മോശമായിട്ടുള്ള ബൗളിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും മുംബൈ ബാറ്റർമാരെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. അവർ മോശമായിട്ട് പന്തെറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർ അടിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിനെയൊക്കെ നമുക്കറിയാം, രോഹിത് ശർമ്മ ആണെങ്കിലും ഇഷാൻ കിഷനൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അതിനകത്തൊന്നും ഒരു സംശയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പന്തെറിയാൻ എല്ലാവർക്കും സാധിക്കും. ആ ഒരു രീതിയിൽ ഈ സീസണിൽ ഉടനീളം അങ്ങനെ ഒരു പെർഫോമൻസ് ബോളിംഗ് സൈഡ് കാഴ്ചവെക്കാത്തത് വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്നലെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് ഈ നോ ബോൾ DK ബാറ്റ് ചെയ്തപ്പോഴത്തേനും മധുബോളിന്റെ ഓവറിലൊരു നോ ബോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് നോ ബോൾ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു നോ ബോൾ പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്തുകൊണ്ട് അവിടെ അമ്പയർ മീൻസ് തേർഡ് അമ്പയർ പറയുന്നു ഫെയർ ഡെലിവറി ആണെന്ന്, ഫീൽഡ് അമ്പയർ അന്നേരം സിഗ്നൽ നോ ബോൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. വിരാട് കോഹ്ലി ആണെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആണ്, കണ്ടവരെല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് നോ ബോൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റും കാര്യങ്ങളും നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എന്നാലും കാരണം എനിക്കത് എനിക്കെന്തോ അതിനകത്ത് ഒരു പന്ത് കേട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം ഞാനും ഷോക്കായിപ്പോൾ എന്താണ് അതൊരു നോ ബോൾ ആകേണ്ട ബോൾ അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഓൾറെഡി ദിനേശ് കാർത്തിക് സ്റ്റമ്പിനോട് ചേർന്നാണ്, ക്രീസിനകത്ത് അകത്താണ് നിൽക്കുന്നത്. എന്നിട്ടും അത്ര ഹൈറ്റിൽ വരണമെങ്കിൽ ഞാനത് നോ ബോൾ ആണെന്ന് തന്നെ വിചാരിച്ചു. അപ്പം പക്ഷെ എല്ലാവരും പറയുന്നത് ഇപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കളി നടക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അംബാനി വിലക്കെടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് വാസ്തവം നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അല്ലായിരിക്കും. പക്ഷെ ഇവിടെ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഇതിനകത്ത് ശരിക്കും കളി മാറി മറിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് ചെയ്തത് തെറ്റാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രം അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ബാംഗ്ലൂർ തോറ്റതെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം 15.3 ഓവറിലാണ് 197 റൺസ് ചെയ്ത് മുമ്പ് എടുത്തത്. അപ്പം അവർ വളരെ കോൺഫിഡന്റ് ആണ്. എത്ര സംഭവങ്ങളാണില്ല, അടുത്തൊന്നും പറയാനില്ലല്ലോ. 277 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഞ്ചും പിരിച്ച് ചെന്ന ടീമുകളാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പം അവരെത്ര ആണെങ്കിലും അവർക്ക് പറ്റുന്നത്രയും അവർ അതിലോട്ട് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പം എന്തായാലും അതൊന്നും ഒരിക്കലും ആ ഒരു മത്സരത്തെ ബാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉള്ളതാണെങ്കിൽ അത് വളരെ ചീറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് ഫീൽഡിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ജെന്യൂൻ ആയിട്ട് തന്നെ തോന്നി, ഫെയർ ആയിട്ട് തന്നെ തോന്നി. കാരണം അത് ആ ഒരു വിഷ്വലിലും അതുപോലൊരു ബൗണ്ടറി തട്ടിയിടുന്നത് ആ ഒരു വിഷ്വൽ നോക്കുമ്പോൾ കാലിനകത്ത് മുട്ടിയെന്നാണെന്ന് തോന്നുന്നത്. പക്ഷെ അത് ഇവിടുന്ന് നോക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. പക്ഷെ മറ്റൊരു ആംഗിൾ നോക്കുമ്പോഴത്തേനും അത് മനസ്സിലാകാം. കറക്റ്റ് ബോഡിയിൽ നിന്ന് മാറിയതിന് ശേഷമാണ് അദ്ദേഹം ആ റോപ്പിനകത്ത് പോയിട്ട് ഇടിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു RCBയുടെ ഭാഗത്തുനിന്നും അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനിയും ജയിക്കുക, ഇന്നുള്ള കളികളൊക്കെ ജയിക്കുക, വെറുതെ കാൽക്കുലേറ്റർ എടുത്തു ചെക്ക് ചെയ്തു എന്നൊക്കെ പറയിപ്പിക്കാതെ മത്സരങ്ങളൊക്കെ ജയിച്ചു പോവുക. അപ്പോൾ 5 മത്സരങ്ങൾ കളിച്ചതിൽ 4 എണ്ണം തോറ്റു. അപ്പം അതൊരു ചെറിയ കാര്യമല്ല.
പിന്നുള്ള മത്സരങ്ങളൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയും ജയിക്കാൻ നോക്കുക. മുംബൈ ഇന്ത്യൻസിനാണെങ്കിലും അടുത്ത മത്സരം എനിക്ക് തോന്നുന്നു ചെന്നൈയായിട്ടാണെന്ന് തോന്നുന്നു. അതും ചെപ്പോക്കിലാണ്. വളരെ നല്ലൊരു മത്സരമായിരിക്കും. ചെന്നൈയിൽ അങ്ങനെ ചെപ്പോക്കിനെ തോൽപ്പിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലുള്ള മുംബൈ ഇന്ത്യൻസ് ആണ്. പക്ഷെ ഇന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ. പക്ഷേ എന്നിരുന്നാലും എങ്ങനെയൊക്കെയാണ് കളി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം എന്തായാലും അടുത്ത മുംബൈയുടെ മത്സരത്തിൽ, മുംബൈ ചെന്നൈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അടുത്ത മത്സരത്തിന് ശേഷമുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.